ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു യാത്ര പോവുകയാണ്. വന്നിരിക്കുകയാണ് യാത്രയ്ക്ക് ആക്ച്വലി. അപ്പോൾ നമ്മൾ ഒരപ്പൻകെട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് വന്നിരിക്കുന്നത്. ഇത് തൃശ്ശൂരുള്ളൊരു സ്ഥലമാണ്. പീച്ചി ഡാമിൻ്റെ ഒക്കെ അടുത്താണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അധികം ആരും ഇവിടെ വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അധികം കേട്ടിട്ടുണ്ടാവില്ല. വളരെ ചുരുക്കം പേർക്കൊക്കെ അറിയുമായിരിക്കും. അപ്പോൾ ഞാൻ ഇത്രയും നാളായിട്ട് ഈ തൃശ്ശൂര് ഞാൻ ജനിച്ചു വളർന്നിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച ഇങ്ങോട്ടാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് കേട്ടത്. അപ്പോൾ ഞങ്ങളിന്ന് കസിൻസ് എല്ലാവരും കൂടി ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് ഒരപ്പൻകെട്ട് എന്താണെന്നുള്ളത് കണ്ടിട്ട് വരാം. ഓക്കെ, കം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരപ്പൻകെട്ടിലേക്ക് നമ്മൾ പോകുന്ന ഒരു സ്ഥലം. ഇത് കണ്ടോ, ഇവിടെയാണ് നമ്മൾ വണ്ടികൾ, ആൾക്കാർ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെയാണ് ഒരു നമ്മൾ വണ്ടികൾ നിർത്തുന്ന ഒരു പോയിന്റ്. ഇവിടെ നിന്ന് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ ഒരു പോയിന്റ് ഇല്ല. അപ്പോൾ ഇത് കുറച്ചൊരു ഓഫ് റോഡ് പോലത്തെ ഒരു സംഭവമാണ്. വണ്ടി നമുക്ക് ഇവിടേക്ക് കയറില്ല, നടന്ന് തന്നെ കയറണം. ഉണ്ടോ, കുറച്ച് കല്ല്, ഉരുളങ്കല്ലുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ചെറിയൊരു കുത്തനെയുള്ളൊരു കാറ്റുമാണ്. മാളൊക്കെ ഓൾറെഡി ചേച്ചിക്കുട്ടിയുടെ ഒപ്പം നടന്ന് കയറിപ്പോയി. അപ്പം നമ്മുടെ കുത്തനെയുള്ള ആ പോയിന്റൊക്കെ നമ്മൾ കയറി എത്തി. ഒരുപാട് ദൂരം ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഇത് അധികം ദൂരം നടക്കാനുള്ള ആ ഒരു റൂട്ടിൽ കൂടിയല്ല നമ്മൾ വന്നിരിക്കുന്നത്. ഇതിനപ്പുറത്ത് കുറച്ചുകൂടി ട്രക്കിംഗ് ലെവലിൽ കുറച്ച് ട്രക്ക് ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട്. കണ്ടോ, നല്ല ഭംഗിയുള്ള സംഭവം. ഇതിങ്ങനെ അറ്റം വരെ തന്നെയാന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ ഒരു കുറച്ച് ട്രക്ക് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ ഒരു റോഡ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ കുറച്ച് ചെറിയൊരു കാടിൻ്റെ ഒരു കുറച്ചുകൂടി ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി ഒരു കാടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ പാറക്കെട്ടുകൾ അതിനൊക്കെ കുറച്ചും കൂടി റിസ്ക്കിയാണ്, ഒരു അഡ്വഞ്ചറസ് ആണ്. പക്ഷെ നമ്മൾ കുട്ടികളെയൊക്കെ കൊണ്ട് വന്നിട്ടുള്ളത് കൊണ്ട് നമ്മളിതുകൂടെ വന്നു. അതിലിങ്ങനത്തെ ചെടികളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് എന്നല്ല, നമുക്ക് ഒരെണ്ണം പൊട്ടിച്ചില്ലെങ്കിൽ സമാധാനം ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഒരെണ്ണം പൊട്ടിക്കാം. ടിങ്, ഞാൻ പൊട്ടിച്ചുട്ടാ. ടിങ് ടിങ്. കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഒരു കാട്ടരുവിയുടെ പറഞ്ഞിട്ട് കൊടുക്കണതിൻ്റെ ഒക്കെ ഒരു ചോലയുടെ ഒക്കെ ശബ്ദം. കുറച്ചും കൂടി നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ മുന്നോട്ട് പോരുമ്പോൾ ഒരു കുഞ്ഞ് എൻട്രൻസ് പോലെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇതിലൂടെ താഴത്തേക്ക് ഇറങ്ങാൻ ഒരു വഴി ഉണ്ട് എന്നാണ് നമ്മളിവിടെ വഴിയിൽ കണ്ടൊരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. നമുക്ക് വഴി ചെറിയ കല്ലുകൾ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ നമുക്ക് ഒരാൾക്ക് പിടിച്ച് ഇറങ്ങി പോകാൻ പറ്റുന്ന വിധത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. കുറച്ച് ബുദ്ധിമുട്ടാണ് തോന്നുന്നു. കുട്ടികളൊക്കെ കൊണ്ടുവരുന്നവരൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്നാലും എനിക്ക് തോന്നുന്നു അവിടെ നല്ലൊരു വ്യൂ ഉണ്ടായിരിക്കും. നമുക്ക് ഇറങ്ങാം. ഓക്കെ, നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ആ ഒരു ഇറക്കമാണ് കേട്ടത്. ഇങ്ങനെ ഇറങ്ങി നമ്മളിതാ നേരെ ഒരു കുഞ്ഞ് വഴി ഇങ്ങനെ ഒഴിച്ചിട്ടിട്ടുണ്ട്. ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ അവിടെ കാണാനായിട്ട്. ശരിക്കും ഒരു വീക്കെൻഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് വന്നു പോകാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്ഥലം.
ഭാഗം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ആലപ്പിയുടെ ഫീലാണ്. ഇവിടെ നിന്നുള്ള വെള്ളമാണ് താഴോട്ട് ഒഴുകി വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വന്ന് ഈ വണ്ടി കൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങി പോവാണ്. ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ. വാവ്, ശരിക്കും ഇറങ്ങാൻ തോന്നുക. ശരിക്കും ഇറങ്ങി കുളിക്കാൻ നമുക്ക് ശരിക്കും നിലയുള്ള ഭാഗമാണ് കേട്ടോ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ. കുറേ പേര് ഇത്ര നേരമൊക്കെ ഇവിടെ കുളിച്ചിരുന്നു. ഇവിടെ നിലയുണ്ട് നമുക്ക്. ഈ ഒരു പാലത്തിൻ്റെ ഒരു കോൺക്രീറ്റ് ഭാഗം കാണുന്നുണ്ടല്ലോ, അതിൻ്റെ അവിടെ നിന്നങ്ങാണ് കുറച്ചൊരു കൂടുതലായിട്ട് ആഴമുള്ളത് എന്നാണ് പറഞ്ഞു കേട്ടത്. ഈ ഒരു പോർഷനിലൊക്കെ ശരിക്കും നമുക്ക് എന്താ പറയുക, ആഴം കുറവാണ്. ഇത് കൂടെ ഒക്കെ ഒന്ന് നടക്കണം എന്നുണ്ട്. ശരിക്കും പല പാട്ടുകളിലും ഇങ്ങനെ നായകനും നായികയൊക്കെ അല്ലേ ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലത്തൂടെ ഇങ്ങനെ ഇങ്ങനെ നടക്കണമെന്ന് ഞാൻ അന്നേ നോട്ടിട്ട് വെച്ചിട്ടുള്ളത്. എനിക്കും നടക്കണത് ഇവിടെയാണ്. നടക്കും. നമുക്കിങ്ങനെ പതുക്കെ ഇത് കൂടെ ഇങ്ങനെ നടന്നോക്കാം. യെസ്, വലിയ വഴുക്കലൊന്നും ഇല്ല ഇതുവരെ. ഞാനിങ്ങനെ നടന്ന് ഇവിടെ എത്തി. നല്ല രസമുണ്ട് ഇങ്ങനെ. ശരിക്കും ഭയങ്കര ഒരു കുളിര് തോന്നുന്ന സൈസ് ഒരു കാഴ്ച കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്കിത് അവിടെ ഞാൻ നിന്നിട്ട് അതിന് ശേഷം കണ്ടത് അവിടെ ആ ഒരു ഇതിലോട്ട് ഇറക്കി നമുക്കിങ്ങനെ താഴോട്ട് വരാം. നമുക്കിങ്ങനെ ശരിക്കും പാറക്കല്ലുകൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് ദൂരത്തേക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് നടക്കാവുന്ന വിധത്തിൽ ഉണ്ട്. ഈ ഒരു ടൈം ആയതുകൊണ്ട് വെള്ളം കുറവാണ്. അപ്പം നമുക്ക് ശരിക്കും നടക്കാൻ പറ്റുന്നുണ്ട്. ബീച്ചിൽ വെള്ളമൊക്കെ വിടുന്ന സമയമാകുമ്പോൾ ഇവിടെ ഭയങ്കര വെള്ളം ഒഴുക്ക് കൂടും എന്നാണ് കേട്ടിട്ടുള്ളത്. കണ്ടോ, ഇവരുടെ ഈ പാറയ്ക്കൊക്കെ ഒരു ബ്ലാക്ക് കളറല്ല, ഒരു റെഡിഷ് ഷെയ്ഡ് കണ്ടോ. ശരിക്കും റെഡിഷ് ഷെയ്ഡാണ് ഈ പാറകൾക്കൊക്കെ വരുന്നത്. ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പണ്ടൊക്കെ ഒരു സെഡിമെന്ററി റോക്സ് എന്നൊക്കെ വന്നിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതാണ് സംഭവം തോന്നുന്നു. എന്തായാലും പൊളിച്ചു, സംഭവം അടിപൊളിയാണ്. ശരിക്കും നമ്മൾ നടന്നു വന്ന ഒരു വഴിയുണ്ടല്ലോ, ആ വഴി നേരെ അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പീച്ചി ഡാമിൻ്റെ അവിടേക്കാണ് എത്തുന്നത് എന്നാണ് നമ്മൾക്കിവിടെ നമ്മൾ കണ്ടൊരു ചേട്ടൻ പറഞ്ഞത്. ഇവിടുത്തെ ലോക്കലൈറ്റ് ആയിട്ടുള്ളൊരു ചേട്ടൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ വഴി ശരിക്കും നേരെ പീച്ചി ഡാമിൻ്റെ അവിടേക്ക് എത്തും. പക്ഷേ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഓഫ് റോഡാണ്. ഭയങ്കരമായിട്ട് അഡ്വഞ്ചറസ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയൊരു വഴിയാണ്. നമ്മളിതിങ്ങനെ ഇവിടുന്ന് ഇറങ്ങി നമ്മൾ നടന്ന് ഇവിടേക്ക് എത്തി. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ കളേഴ്സ് കണ്ടോ, റെഡ് ഷെയ്ഡ് വന്നിട്ട് പാറകൾക്കൊക്കെ ഒരു റെഡ് ഷെയ്ഡ് എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ പറയില്ലേ ഈ വെള്ളത്തിന്റെ കുത്തൊഴുക്കില് ശരിക്കും പാറ എന്ന് പറയാൻ പറ്റില്ല അല്ലേ. ഇത് ഭയങ്കര സ്മൂത്താണ്. ശരിക്കും ഒരു ശില കൈൻഡ് ഓഫ് അത്രയും സ്മൂത്ത്നെസ് ഉണ്ട് ഇതിന് ശരിക്കും. നല്ല ഭംഗിയുണ്ട്. ഭയങ്കര ക്ലിയറുമാണ് വാട്ടർ. കണ്ടോ, ശരിക്കും ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. നമുക്കിനി ഇവിടുന്ന് ഇതാ ഇങ്ങനെ നടന്നത് ആ പോയിന്റ് വരെയൊക്കെ പോവാം. അധികം ആഴമില്ല. ശരിക്കും നമ്മളുടെ പീച്ചിയുടെ ഒക്കെ ഒരു തോഴിന്നാണ് ഈ ഒരപ്പൻകെട്ടിനെ പറയണത്. ഇത് പണ്ട് ഇവിടെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു പീച്ചി ഡാമിനൊക്കെ മുന്നേ തന്നെ ഈ ബണ്ട് ഈ ഒരു സംഭവം ഇവിടെ ഉണ്ട്. ഈ വെള്ളമൊഴുക്കിന്റെ ഈ വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഒരപ്പൻ പാറയാണ്. ഒരപ്പൻ പാറയെന്നാണ് ഈ ഒരപ്പൻകെട്ട് എന്ന് പറയുന്ന ഈ സംഭവം ഉത്ഭവിച്ച് ഇങ്ങനെ ഒഴുകി വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ മിനറൽസിന്റെ ഒക്കെ ഒരു ഇതുണ്ടായിരിക്കും. അതായിരിക്കും ഈ റോക്സിന് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു കളർ. അപ്പൊ സെഡിമെന്ററി റോക്സ് എന്നുള്ള ഒരു ഇത് തന്നെയായിരിക്കും ഇതിന്റെ പിന്നിലുള്ളൊരു സയൻസ് കേട്ടോ. ഇപ്പൊ നടന്നിട്ട് ഇത് ഇവിടേക്കൊക്കെ എത്തി. ഈ വെള്ളത്തിൽ കൂടെയൊക്കെ നമ്മളിങ്ങനെ നടന്ന് പോവാണ് കേട്ടോ.
ഇതേപോലെ ഇങ്ങനെ നമുക്ക് കടന്ന് കയറി പോവാൻ പറ്റുന്ന, നമ്മൾ തുമ്പൂർ മൊഴിയൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ, ശരിക്കും അതേ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ കേട്ടോ. ശരിക്കും നമുക്ക് ഇത്രയും ദൂരത്തും അല്ലെങ്കിൽ ആ ഒരു ക്രൗഡിലോട്ട് അങ്ങനെ തുമ്പൂർ മൊഴി അതിരപ്പള്ളി എന്നൊന്നും പറഞ്ഞു പോവേണ്ട ഒരു ആവശ്യം പോലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്യണില്ല. അത്രയും നല്ല കാമായിട്ടുള്ളൊരു, ശരിക്കൊരു ഉറങ്ങുന്ന സുന്ദരി എന്നൊക്കെ അറിയില്ലേ, അതുപോലെ ഒരു സംഭവം. ഇവിടെയൊക്കെ നിന്ന് കുളിച്ചിരുന്നു, ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ചേട്ടന്മാരൊക്കെ കുളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാല്, പണ്ട് നമുക്ക് ഈ പീച്ചി ഡാമൊക്കെ നിർമ്മിക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ബണ്ട് ഇവിടെ ഉള്ളതാണെന്നാണ് പറയണത്. സംഭവം ഇവിടെ പണ്ട് ഈ ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഇവിടെ ഇത് ഇറിഗേഷനും കൾട്ടിവേഷനും ഒക്കെ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ അങ്ങനെയുള്ള കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചൊരു ബണ്ടായിരുന്നു ഇത്ര ഇത്. ഇവിടെയൊക്കെ നമുക്ക് നടന്നു പോവാവുന്ന അത്ര ദൂരമുള്ളൂ കേട്ടോ. ഒന്ന് കണ്ടോ, നല്ല ക്ലിയർ ആയിട്ടുള്ള, ശരിക്കും നമുക്ക് ഇതിന്റെ അടിഭാഗം ശരിക്കും കാണാം നമുക്ക് എത്രത്തോളം ആഴം ഇതിനുണ്ടെന്നുള്ളത്. ഇത് ഈ ഒരു കുറച്ച് പോർഷനൊക്കെ അങ്ങനെ തന്നെ, എത്രത്തോളം നമുക്ക് നടന്നു പോകാൻ വരുന്ന പോർഷനാണ് ഇതൊക്കെ. ശരിക്കും നല്ലൊരു എന്താ പറയാ, നല്ലൊരു ഫീല്. നൈസ്. നിങ്ങളെല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അത്. ഇത്രയും നമ്മളുടെ ഈ തൃശ്ശൂര് ഇത്രയും നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടെന്നുള്ളത് കുറെ പേരൊന്നും ഇത്ര നാളായിട്ട് അറിഞ്ഞിട്ടില്ല. പിന്നെ ഇവിടുന്ന് അങ്ങ് കുറച്ച് നീങ്ങഞ്ഞപ്പോ ഞാൻ ഈ കാണിക്കുന്ന ആ പാറ, ഈ നേരെ കാണുന്ന ആ പരന്ന് കിടക്കുന്ന പാറയുടെ തൊട്ടപ്പുറത്തായിട്ട് കുറച്ച് പോർഷൻ ചതുപ്പ് നിലം ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു നമ്മളുടെ അടുത്ത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നടന്നു വരുന്ന സമയത്ത് ഇവിടെ ഈ ഭാഗത്തുള്ളൊരു ചേട്ടൻ്റെ അടുത്ത് ചരിച്ചിരുന്നു. അപ്പൊ അയാളുടെ വൈഫ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ ഭാഗത്തായിട്ട് കുറച്ച് ചതുപ്പ് നിലം ഉണ്ടെന്ന്. അപ്പൊ നിങ്ങൾ വരുമ്പോ ആ ഭാഗത്തേക്കും അങ്ങനെ അധികം പോവാതിരിക്കാവുന്ന ശ്രദ്ധിക്കുക. മറ്റേ പല സ്ഥലത്തു നിന്നായിട്ട് ഒഴുകി വന്നിട്ടുള്ളൊരു മേർജിങ് പോയിന്റ് ആണ് കേട്ടോ. ശരിക്കും സൂപ്പർ സ്ഥലം. നിങ്ങളെല്ലാവരും വരുമ്പോ ഒരു തോർത്തൊക്കെ കൊണ്ടുവന്നു, ഒരു ടവല്. നമുക്ക് ഇങ്ങനെ വെള്ളത്തിലിരുന്ന് എൻജോയ് ചെയ്യാം. അത്രയും സേഫാണ്. അല്ലെങ്കിൽ ഭയങ്കര ഒഴുക്കോ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ. ശരിക്കും ഭയങ്കര എന്താ പറയാ, ശരിക്കും നമ്മൾ നടന്നു വരുന്ന ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള സംഭവമില്ല. ഈ പാറയെക്കൊണ്ടൊക്കെ നടക്കുമ്പോൾ അതിന്റെ ഒരു വഴുക്കലൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ എന്നല്ലാതെ ശരിക്കും ഭയങ്കര എന്താ പറയാ, ശരിക്കൊരു വൈബ്. ശരിക്കും ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നതിന്റെ വോയിസ് എന്ന് പറയുന്നത്, ആ ശബ്ദം ഭയങ്കര പോസിറ്റീവ് അല്ലേ, ഭയങ്കര രസമാണ്. ശരിക്കും ഈ ഒരു വോയിസ് ഉണ്ടല്ലോ, ഈ വാട്ടർ ഫ്ലോയിങ്ങിൻ്റെ വോയിസ് ശരിക്കും നമ്മൾ ആൻറ്റി സ്ട്രെസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് പല തെറാപ്പീസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ശരിക്കും ഈ ഒരു ഭയങ്കര റിലാക്സിങ് ആണ് ഈ ഒരു ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്ന ആ ഒരു ശബ്ദം എന്ന് പറയുന്നത്. ശരിക്കും ബുദ്ധിസമൊക്കെ ശരിക്കും ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 5 to 6 hours നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തു. അടിപൊളി എന്താ പറയുക, നല്ല വൈബായിരുന്നു. നിങ്ങളെല്ലാവരും വന്ന് നോക്കണം. കിടുക്കാച്ച സ്ഥലമാണ്. ഞാൻ കിടുക്കാച്ച എന്നുള്ള സ്പെഷ്യൽ വാക്കാണ് ഞാൻ എല്ലാ വീടുകളിലും യൂസ് ചെയ്യുന്നതാണ്. എന്നാലും പറയാം, കിടുക്കാച്ചി എന്ന് പറഞ്ഞാൽ കിടുക്കാച്ച സ്ഥലമാണ്. നിങ്ങൾ വരണം, എക്സ്പ്ലോർ ചെയ്യണം. ഇപ്പം ഞങ്ങളിപ്പോൾ എന്തായാലും ഇപ്പം ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് 5:45 ആവാറായി. ദിവാകരൻ താഴ്ന്ന് പോകാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ പോവാണ്, നമ്മൾ വീട്ടിലേക്ക് പോവാം. അപ്പോൾ എല്ലാവർക്കും മറുപ്പം കേട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വരണം. പിന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. ഓക്കെ.